ഭക്തന്മാരെ സേവിക്കാൻ കിട്ടുന്ന അവസരം ഇതര ഭക്തന്മാരെ നഷ്ടപ്പെടുത്തരുന്നതാണ്. അപ്പോൾ അങ്ങനെ സേവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണത്തെ തീർത്ഥാടനം. കുറേ വികസനങ്ങളൊക്കെ ആയല്ലോ. കാര്യം പണ്ട് സാറൊക്കെ വരുന്ന സമയത്ത് ആ കല്ലിലും അല്ലെങ്കിൽ ആ വള്ളിയിലൊക്കെ ചവിട്ടിയൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അമ്പലത്തിലോട്ട് കയറി വരുന്ന സമയത്ത് അങ്ങനെ അതെന്തായിരുന്നു ഒരു അനുഭവം? ഏറ്റവും പണ്ട് കാലത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ ടോയ്ലറ്റ്സിൻ്റെ കാര്യമാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിരുന്നത്, ഞാൻ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ശബരിമല ഒന്ന് തിരിച്ചു പോകുന്നവരെ ഞാൻ ടോയ്ലറ്റിൽ പോകാറില്ലായിരുന്നു കുഞ്ഞുനാളിൽ. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അതും ഒരു ക്ലേശസഹനത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് കുഞ്ഞുനാളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ കിട്ടുന്ന ചൂടുള്ള പൊറോട്ടയൊക്കെ ഒരു വലിയ ഒരു എന്താ, അപ്പോൾ ഭഗവാന്റെ പ്രസാദമായിട്ടാണ് അതുപോലും കണ്ടിരുന്നതെന്നാണ് മനസ്സിലായിട്ട്. എന്തും ഭഗവാന്റെ പ്രസാദമാണ്. നല്ലൊരു മണ്ഡല മകരവിളക്ക് സീസണാണ് കടന്നു പോകുന്നത്. അതിന് സാറിനും അഭിമാനിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഭഗവാന്റെ ഭക്തദാസൻ എന്ന നിലയ്ക്കൊരു അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടുപേരി ഒരു ഭഗവാന്റെ പാട്ട്. പാട്ട് പാടാവുന്ന മാനസികാവസ്ഥയല്ല എങ്കിലും കാശിനാഥനെ വണങ്ങാനായില്ല, കൈലാസത്തിൽ പോകാൻ കഴിഞ്ഞില്ല, വിഷ്ണു മഹേശ്വര പുത്രദർശനത്താൽ വിഷ്ണു മഹേശ്വര പാദം നമിച്ചു. കാശിനാഥനെ വണങ്ങാനായില്ല, കൈലാസത്തിൽ പോകാൻ കഴിഞ്ഞില്ല, വിഷ്ണു മഹേശ്വര പുത്രദർശനത്താൽ വിഷ്ണു മഹേശ്വര പാദം നമിച്ചു. എന്റെ മനസ്സായപ്പോ പറഞ്ഞേ, ഇവിടെ ഒന്നും പോകാൻ പറ്റാത്തവർ ഇവിടെ വന്നാൽ മതി എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. എവിടെയും ഉണ്ടായില്ല. ആദ്യം പറഞ്ഞില്ലേ കാട്ടുവള്ളി ക്ഷേത്രം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ശബരിമല പോകാൻ പറ്റിയില്ലെങ്കിൽ കാട്ടുവള്ളിൽ പോയി അവിടെ പോയി അയ്യപ്പനെ തൊഴുക, മാസത്തിൽ തൊഴുക എന്നുള്ളൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും ഇവിടുത്തെ കന്യകൾ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. കന്യയ്യപ്പന്മാർ അങ്ങനെ തന്നെ ചെയ്യുന്നത്. സാറിപ്പോ ഈ ഡ്യൂട്ടിയുടെ സമയത്ത് കൃത്യമായ വ്രതനിഷ്ഠകളോടൊക്കെയാണോ നിൽക്കുന്നത്? പൂർണ്ണമായ വ്രതനിഷ്ഠയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ യാത്ര ഒരുപാട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് വ്രതങ്ങളൊന്നും പാലിക്കാൻ പറ്റാറില്ല. പക്ഷേ അവിടെ എനിക്ക് ഭഗവാനെ ദ്വാരപാലകൻ്റെ ഒരു മാർജിൻ തരും എന്നുള്ളതാണ്. നല്ല കരുത്തോടുകൂടെ നിന്നാലേ പറ്റുള്ളൂ. അതിനുള്ള ഞാൻ പലപ്പോഴും ഇപ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം 75 ദിവസത്തോളം, 41 ദിവസമല്ല, പക്ഷെ എന്നാലും മിക്കവാറും വെയിറ്റർനെസ്സൊക്കെ കൃത്യമായി പാലിക്കാറുണ്ട്. നമ്മൾ ഈ കൂട്ടിത്തുറന്ന കാര്യത്തിലൊന്നും എപ്പോഴും കൃത്യമായിട്ട് അത് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും ഒരു ദ്വാരപാലകർ ചില മാർജിനുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ മാർജിൻ്റെ എന്താ മാർജിൻ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അനുഭവത്തോടെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് അയ്യപ്പന്മാരെ മാറ്റിയിട്ട്, പോലീസ് സേനാംഗങ്ങളെ മാറ്റിയിട്ട് വേറെ സംവിധാനം ഒരുക്കാനായിട്ട് പലപ്പോഴും ചിന്ത മുൻകാലങ്ങളിലുണ്ടായിരുന്നു. എല്ലാ ദേവപ്രശ്നങ്ങളിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലീസ് മതി എന്നാണ്. അങ്ങനെ ദേവസ്വപ്രശ്നത്തിലുണ്ടായിരുന്നു പണ്ട് വളരെ കാലത്ത് 2003 എൻ്റെ ഓർമ്മ. അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ അറിവ്. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ NSO ആയിരുന്നു. അന്ന് ഞാൻ ഈ ഭഗവാന്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും വിളിക്കുന്നത് വലിയ കൈയുള്ളവനാണ്. എൻ്റെ ഒരുപാട് നീണ്ട കൈകളുള്ള ഒരു ദേവൻ. അദ്ദേഹത്തിൻ്റെ വലിയ കൈകളിൽ സുരക്ഷിതരായിരിക്കുന്ന ഭക്തജനങ്ങളും പോലീസ് സേനാംഗങ്ങളും, അങ്ങനെയാണ് എൻ്റെ സങ്കല്പം. ആ സേനാനായകൻ്റെ എന്താ പറയുക ഉപനായകനായിട്ട് ഞാനെപ്പോഴും തമാശയ്ക്ക് പോലീസുകാരോടും നാട്ടുകാരോടും ചിലപ്പോൾ പറയാറുണ്ട്, ഇവിടെ അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് മുഖ്യ ദ്വാരപാലകൻ എന്നുള്ള ആ ഒരു പദവി. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ശരി, സത്യം പറഞ്ഞാൽ പുളകം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലേ ഭക്തൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അർഹതയൊന്നും ഇല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് നിങ്ങളെ കൊണ്ട് ഇവിടെ വെച്ച് പറയിപ്പിച്ചത് ആ ഭഗവാനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വസ്തനായ ദ്വാരപാലകനാകുമ്പോൾ നമുക്ക് ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയാവുന്ന പോലെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ അയ്യപ്പ സ്വാമി വന്ന് അങ്ങനെ ഒരു ഉത്തരവ് പറയുന്ന പോലൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ 100% ഇപ്പോഴും ഇവിടുത്തെ ബന്ദോബസ്ത് നടത്തിയിരിക്കുന്ന അദ്ദേഹമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടെ ഇത്തവണത്തെ ഒരു പലപ്പോഴും നടത്തിയിട്ടുള്ള ഒരു അത്ഭുതം, ദർശന മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ 1,40,000 വരെയൊക്കെ ആൾക്കാർ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദിവസങ്ങളുണ്ട്. കാരണം ഇവിടെ താമസിക്കുന്ന ഉച്ചയ്ക്ക് ശേഷം വന്നവരാരും തിരിച്ചിറങ്ങുന്നില്ല. എന്നിട്ട് 1,04,000 വരെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഈ സന്നിധാനത്തെ എന്തുകൊണ്ടോ തിരക്കനുഭവപ്പെട്ടിട്ടില്ല. എത്രയോ തിരക്ക് വഴിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഓടൻ ചാടാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 4-5 ദിവസം നല്ല കഠിന പ്രയത്നം വേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ ഇപ്പോഴും നിങ്ങൾ നോക്കുക, അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഭഗവാന്റെ താഴെക്കൂടെ ഉണ്ട് മുകളിൽ. അതിൻ്റെ നേരെ പുറകിൽ ഫ്ലൈ ഓവറിൽ കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് ആൾക്കാരുണ്ടെങ്കിൽ മാത്രം അയ്യപ്പന്മാരെ മാറ്റിയാൽ മതി. ഇല്ല അവരൊന്ന് തൊഴുതോട്ടെ. അപ്പോൾ എന്നോട് ചില പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാർ പുറകിൽ നിൽക്കുന്നവരപ്പം ബഹളം കൂട്ടും. അവരോട് പറയാം സ്വാമിയും വന്ന് നിന്ന് തൊഴുതോളൂ. അപ്പം
സുഗമ ദർശനം എത്ര നേരം വേണമെങ്കിലും തൊഴാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ തന്നെ ആൾക്കാർ തിക്കും തിരക്കും കുറയുകയാണ്. അതനുസരിച്ച് വീണ്ടും ഇപ്പോൾ വടക്കേ നടന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം, എപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഒരു എന്താ പറയുക, ഒരു വൈരുദ്ധ്യം ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ വരുമ്പോൾ സത്യം പറഞ്ഞാൽ പോലീസിന് ടെൻഷനാണ്. പക്ഷേ ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ എത്രയും കൂടുതൽ ആൾക്കാരൊന്ന് ഭഗവാനെ തൊഴണം എന്നുള്ള ആഗ്രഹവും മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സമ്മിശ്ര വികാരത്തോടെയാണ് എപ്പോഴും ഇവിടെ നിൽക്കാറുള്ളത്. അപ്പം ഞാൻ അവസാനം കുറേ ആലോചിച്ച് ക്ഷമ അദ്ദേഹത്തോട് പറയും, ഇനി നീയായിട്ട് നിന്റെ കാര്യം നീ നോക്കണം, നിന്നെ നീ തന്നെ കാത്തോളനെ ദൈവം വേറെ ഉണ്ടോ? നീ എന്ന് വിളിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ലോകത്തെവിടെയും ആ ഒരു ദേവന്റെ പേരിൽ എല്ലാ ഭക്തന്മാരും അറിയപ്പെടുന്ന ഒരു ദേവാലയം. അത് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യപ്പ സ്വാമി, പോലീസ് അയ്യപ്പൻ. ഇവിടെ എന്റെ റാങ്ക് ഒന്നൊരു പ്രശ്നമല്ല. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടല്ലോ ഇപ്പൊ സാറിനെ തന്നെ യൂണിഫോമില്, അപ്പൊ സാധാരണ ഫുൾ യൂണിഫോമായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ആ ഫുൾ യൂണിഫോം വേണ്ട എന്നുള്ളൊരു പ്രത്യേകതയും കാലങ്ങളായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതായത് ഈ മറ്റെവിടെ ഇല്ലതാണ്. ഇല്ല, അത് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുദ്ധത്തിന്റെയും ഡിസിപ്ലിന്റെയും എല്ലാത്തിന്റെയും അങ്ങേയറ്റം കണ്ട ഒരു മഹാതപസ്വിയാണ് അകത്തിരിക്കുന്നത്. ഇനി അവിടെ ചെന്ന് ഇതിന്റെ ജാടയുടെ ഒന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിസ്വന്മാരായിട്ട് എല്ലാം സമർപ്പിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതിനുള്ള ഗുണം നമുക്ക് ഈ തീർത്ഥാടന കാലത്ത് തന്നു എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. എന്താ പറയാ, മഹാബാഹു എന്നുള്ള വിളിയുടെ മുമ്പിൽ വലിയ നീണ്ട കൈകളുള്ള, മനസ്സിലായില്ലേ, ഒരുപാട് സംരക്ഷണ വലയം തീർത്തിട്ടുള്ള ആ വലിയ കൈകൾക്കുള്ളിൽ സുരക്ഷിതരായി നിന്നുകൊണ്ട് നമ്മുടെ ഈ തീർത്ഥാടന കാലം അവസാനിക്കട്ടെ. എല്ലാവരും നാളെ ഭംഗിയായിട്ട് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മാത്രം പോയി ജ്യോതി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. തിരിച്ച് ദർശനത്തിന് കയറരുത്. ജ്യോതി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകണം എന്നുള്ള അഭ്യർത്ഥന. ഞങ്ങൾ ജ്യോതി കഴിഞ്ഞ് പോകാനായിട്ട് 2 വഴികൾ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വഴികളിലൂടെ തന്നെ പോകണം. ഭംഗിയായിട്ട് എല്ലാവരും സുഖദർശനം, അത് കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ ചെയ്യാൻ സന്നദ്ധരായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്നും കൂടെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നന്ദി സാറേ. നാളെയും മാതൃഭൂമി ന്യൂസിൽ സാറിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. മകരവിളക്ക് ദിവസം. സ്വാമി ശരണം.